ചാലക്കുടി റെയിൽവേ പാലത്തിൽ നിന്നും 4 പേർ പുഴയിലേക്ക് വീണു. റെയിൽവേ പാലത്തിലൂടെ നടന്നു പോകുന്നതിനിടെ എതിർദിശയിൽ ട്രെയിൻ എത്തി. ഒരാൾ ട്രെയിൻ തട്ടി പുഴയിലേക്ക് വീഴുകയും മറ്റു 3 പേർ പുഴയിലേക്ക് എടുത്തു ചാടുകയുമായിരുന്നു. 4 പേർക്കായി തെരച്ചിൽ ആരംഭിച്ചു. സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എപ്പോഴായിരുന്നു ഈ അപകടം? എന്തൊക്കെയാണ് ഈ തെരച്ചിലിന്റെ പുരോഗതി? വേണു, ഇന്നലെ 1 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതാണ് പറയുന്നത്. ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിലൂടെ ഈ നടന്നു പോവുകയായിരുന്ന 4 പേരാണ് ഈ അപകടത്തിൽ പെട്ടതെന്നുള്ളതാണ് ലോക്കോ പൈലറ്റ് ഇപ്പോൾ രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുള്ളത്. ഈ ലോക്കോ പൈലറ്റ് നൽകിയ വിവരം ഇപ്രകാരമാണ്. അതായത് ഇന്നലെ ചെന്നൈ തിരുവനന്തപുരം ട്രെയിൻ കടന്നു പോകുന്ന സമയത്ത് ചാലക്കുടി പുഴയുടെ മേൽപ്പാലത്തിലൂടെ 4 യുവാക്കൾ ഓടുന്നതായാണ് ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവരുടെ അടുത്തേക്ക് ട്രെയിൻ എത്തുകയും ഇതിൽ ഒരാളെ ട്രെയിൻ തട്ടി താഴേക്ക് വീഴുകയും ചെയ്തു. ഇതിനിടയിൽ 3 പേർ പുഴയിലേക്ക് എടുത്തു ചാടി എന്നുള്ളതാണ് പറയുന്നത്. ഈ ഭാഗത്തെ സംബന്ധിച്ച് ഈ നല്ല ഒഴുക്കുള്ള മേഖലയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ അടിയിൽ വലിയ പാറക്കെട്ടുകൾ അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ പാലത്തിൽ നിന്ന് സ്വാഭാവികമായി ആരെങ്കിലും താഴേക്ക് വീഴുകയാണെങ്കിൽ ഈ പാറയിൽ ഇടിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ ഒഴുക്കിൽ പെടുന്നതിനുമുള്ള സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തിരച്ചിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ നാദാപുരം സ്വദേശികളായ ഒരു വ്യക്തി, ഒരു രാജേഷ് എന്ന് പറയുന്ന ആൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ഇവിടെ നിന്ന് ഇതര സംസ്ഥാനക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്വർണ്ണ ഇടപാട് നടത്തിയിരുന്നു. ഇന്നലെ ഈ രാജേഷിന് സ്വർണം നൽകിയ ശേഷം 4 ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള ആളുകൾ രാജേഷിന് സ്വർണം നൽകി. പകരം രാജേഷ് ഇവർക്ക് പണം നൽകി. പക്ഷേ ഈ നൽകിയ സ്വർണം വ്യാജമായിരുന്നു. ഈ പണം വാങ്ങിയ 4 അംഗ സംഘം ഈ സ്റ്റേഷനിൽ നിന്ന് അതോടുകൂടി ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇങ്ങനെ സ്വർണം നൽകി കബളിപ്പിച്ചു എന്ന തരത്തിൽ ഈ ചാലക്കുടി പോലീസിന് ഒരു പരാതി രാജേഷ് എന്ന നാദാപുരം സ്വദേശി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പരാതിയിൽപ്പെട്ട ആരോപണ വിധേയരായ ഈ 4 യുവാക്കളാണോ ഈ അപകടത്തിൽ പെട്ടത് എന്നൊരു സംശയമാണ് പോലീസിനുള്ളത്. എന്തായാലും വ്യാപക തിരച്ചിൽ ഈ മേഖലയിൽ ഇപ്പോൾ പോലീസ് നടത്തുന്നു. ഇതര സംസ്ഥാനക്കാരായതുകൊണ്ടായിരിക്കാം ഇതുവരെയും ഒരു മിസ്സിംഗ് കേസും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതെന്നൊരു നിഗമനം പോലീസിനുണ്ട്. എന്തായാലും ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള അന്വേഷണം അത് ചാലക്കുടി പുഴയിൽ ഊർജിതമായി നടക്കുകയാണ്. വീണു. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.